വൈശാഖ മാസം എങ്ങനെയാണ് ആചരിക്കേണ്ടതെന്ന് നോക്കാം. ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസമാണ് വൈശാഖ മാസം. മാധവ മാസം എന്നും ഇത് അറിയപ്പെടുന്നു. നമ്മുടെ ജപത്തിന് 100 ഇരട്ടി ഫലം ലഭിക്കുന്ന പുണ്യമാസമാണ് വൈശാഖ മാസം. മഹാവിഷ്ണുവിനോടൊപ്പം മഹാലക്ഷ്മിയും ഭൂമിയിലുള്ള മാസമാണ് വൈശാഖ മാസം. സൂര്യോദയത്തിനു മുമ്പുള്ള സ്നാനം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബ്രഹ്മമുഹൂർത്തത്തിലുള്ള സ്നാനം സർവ്വതീർത്ഥ സ്നാനത്തിൻ്റെ ഫലം നൽകുമെന്നാണ്. നാരായണ നാമം, വിഷ്ണു സഹസ്രനാമം, കനകധാരാസ്തോത്രം എന്നിവ ജപിക്കാവുന്നതാണ്. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും കൂടി ഒരു മാസമാണ് വൈശാഖ മാസം. ദാനങ്ങൾ നൽകുന്നത് നല്ലതാണ്. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. താങ്ക് യു. കൂട്ടുകാരെ, ഏതെങ്കിലും ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. താങ്ക് യു.